അപ്പോൾ ഈ നാട്ടിൽ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് കർഷകനാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് കർഷകനെതിരായിട്ടുള്ള നടപടികൾ അവസാനിപ്പിച്ചിട്ട് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള നടപടികൾ, എമിഷൻ കുറയ്ക്കാനുള്ള നടപടികൾക്ക് സർക്കാർ ഊന്നൽ നൽകണം. മെമ്മോറാണ്ടങ്ങളുണ്ട്. ഇത് ESA ആയിട്ട് ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ തന്നെ പറഞ്ഞു, സ്ക്വയർ കിലോമീറ്ററിൽ ഡെൻസിറ്റി 100 കൂടുതലാണ് എങ്കിൽ അവിടെ ESA ആക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞ 7 നിബന്ധനകളിലും പെടാത്തതാണ് കേരളത്തിലെ ഒരൊറ്റ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള 123 വില്ലേജുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കേരളത്തിൽ ESA ഇല്ല, നടപ്പാക്കേണ്ട ആവശ്യവുമില്ല. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന 33% വനം വേണം, 29.6% ഇപ്പോഴേ വനമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫോറസ്റ്റ് കവർ 2023 സർവേ അനുസരിച്ചിട്ട് 56.4% ഉയർന്നു. ഈ 29% നിന്ന് 56% ഫോറസ്റ്റ് കവർ ഉയരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കർഷകൻ വെച്ചുപിടിപ്പിച്ച തെങ്ങും അതുപോലെ തന്നെ റബ്ബറുമാണ്. ഈ നാട്ടിൽ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് കർഷകനാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് കർഷകനെതിരായിട്ടുള്ള നടപടികൾ അവസാനിപ്പിച്ചിട്ട് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള നടപടികൾ, എമിഷൻ കുറയ്ക്കാനുള്ള നടപടികൾക്ക് സർക്കാർ ഊന്നൽ നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.